ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിഷയം കഷ്ടത എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ കഷ്ടത എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. വിജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഷ്ടത അനിവാര്യമായ ഒന്നാണ്. 46 സങ്കീർത്തനം 1 വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. കഷ്ടതയുടെ വ്യാപ്തി പലപ്പോഴും നമ്മെ അമ്പരപ്പിക്കാറുണ്ട്. ഏകാന്തത, രോഗം, അപ്രതീക്ഷിതമായിട്ടുള്ള മരണം, ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായിട്ടുള്ള ഉത്കണ്ഠകൾ, അങ്ങനെ പലതരത്തിൽ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കാറുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് കഷ്ടതരഹിതമല്ല, മറിച്ച് യേശു ഒരിക്കലും കഷ്ടരഹിതമായ ഒരു ജീവിതം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുമില്ല. കഷ്ടതയെ അഭിമുഖീകരിക്കുവാനായി തക്ക പക്വതയും ഉറപ്പുമുള്ളതായിട്ടുള്ള വിശ്വാസം, അതാണ് തന്നെ അനുഗമിക്കുന്നവർക്ക് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തത്. കഷ്ടത നമ്മെ എന്തിലേക്ക് നയിക്കുന്നു എന്നതിനെപ്പറ്റി ചെറിയ 2 ചിന്തകൾ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി ചിന്തിപ്പാനത്രേ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, കഷ്ടത നമ്മെ നന്മയിലേക്ക് നയിക്കുന്ന ഒന്നാണ്. റോമർക്കെഴുതിയ ലേഖനം 8 അധ്യായം 28 വാക്യത്തിൽ പറയുന്നു: സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. ജീവിതത്തിലെ കഷ്ടതകൾ നന്മയിലേക്കുള്ള ചവിട്ടുപടികളാണ്. കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വരുന്നത് ഒരിക്കലും തകർക്കുവാനായിട്ടല്ല, പണിയുവാനായിട്ടാണ് എന്ന് നാം വിശ്വസിക്കണം. ഇംഗ്ലീഷിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനമുണ്ട്. ആരോ ഉപേക്ഷിച്ച് പോയതായിട്ടുള്ള ഒരു മുളന്തണ്ട്. ആ മുളന്തണ്ട് ഒരു സംഗീതജ്ഞൻ്റെ കയ്യിൽ ലഭിക്കുകയാണ്. പിന്നെ ആ സംഗീതജ്ഞൻ ചെയ്യുന്നത് ആ മുളന്തണ്ടിൽ 7 മുറിവുകൾ സൃഷ്ടിക്കുകയാണ്. 7 മുറിവുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ മുളന്തണ്ടിൽ നിന്ന് വരുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു സംഗീതമാണ്. ആ മുളന്തണ്ടിന് 7 മുറിവുകൾ ഏറ്റപ്പോഴാണ് അത് മറ്റുള്ളവർക്ക് കേൾക്കുവാൻ ഇമ്പമുള്ള ഗാനമായി പുറത്തേക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, കഷ്ടത നമ്മെ നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 119 സങ്കീർത്തനം 71 വാക്യത്തിൽ: നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഞാൻ കഷ്ടതയിലായത് നന്നായി എന്ന് പറയുവാനായിട്ട് ഇന്ന് എത്ര പേർക്ക് കഴിയും? എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടത ഉള്ളത് കൊണ്ട് നന്നായി എന്ന് പറയുന്നതായിട്ടുള്ള ആരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. മറിച്ച് ജീവിതത്തിൽ എന്തിനാണ് ഈ കഷ്ടത എന്ന് ചോദിച്ച് പല പിറുപിറുപ്പുകളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട്, ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിലൂടെ നിൽക്കുവാനായിട്ട് കഴിയണം. കഷ്ടത എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥനയിലൂടെ അതിനെ തരണം ചെയ്യുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. നാം എത്തരത്തിലുള്ള വിശ്വാസിയാണ് എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നത് ജീവിതത്തിൽ കഷ്ടത വരുമ്പോഴാണ്. കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പ്രാർത്ഥനയോടെ മുന്നേറ്റ് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പലപ്പോഴും പ്രാർത്ഥനാ ജീവിതം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ ഒട്ടനവധിയായിട്ടുള്ള കഷ്ടതകളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പഴയ നിയമം പഠിക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞതായിട്ടുള്ള വാക്ക്: മോശേ, നീ ജനത്തോട് പറ മുന്നോട്ട് പോകാൻ എന്നാണ്. ചെങ്കടലിൻ്റെ നടുവിലൂടെ ദൈവം അവിടെ വഴിയൊരുക്കുകയാണ്. കഷ്ടതയിലും ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയണം. യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമെന്ന് യഹോവ സാത്താനോട് പറയുകയാണ്. 3 പ്രാവശ്യം പറഞ്ഞ് യഹോവ അവിടെ ഉറപ്പിക്കുകയാണ്, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കണമെന്ന്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇയ്യോബിനെ പോലെ, മോശയെ പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ
കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് പല രീതിയിലുള്ള കഷ്ടതയായിരിക്കാം, രോഗമായിരിക്കും, മറ്റ് പ്രയാസങ്ങളായിരിക്കും. അതിനെ സധൈര്യം നേരിടുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. പ്രാർത്ഥന ജീവിതം നമ്മുടെ ജീവിതത്തിൽ കുറയുമ്പോൾ പലതരത്തിലുള്ള കഷ്ടതകളെ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും പിറുപിറുപ്പോടുകൂടി നമ്മൾ ഈ കഷ്ടതയെ കാണരുത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ ഇത് തന്നതിനായി സ്തോത്രം പറയുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പലപ്പോഴും വിശ്വാസികളായിരിക്കുന്ന ഞാനും നിങ്ങളും ജീവിതത്തിൽ പല കഷ്ടതകളും കടന്നു വരുമ്പോൾ പിറുപിറുപ്പോടുകൂടി ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും മുടങ്ങാതെ ചെയ്യുന്ന ഒരാളാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഷ്ടത തന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിൻപിൽ നമുക്ക് വേണ്ടി ഒരു വിജയം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ദൈവം തമ്പുരാൻ നമ്മളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത്. തൻ്റെ ജീവിതത്തിലും യേശുക്രിസ്തു കാണിച്ചു തന്നതും ഇത് തന്നെയാണ്. ക്രൂശിലൂടെ താൻ കഷ്ടം അനുഭവിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നുവെങ്കിൽ തൻ്റെ ഉയർപ്പിലൂടെ ഈ ലോകത്തിലേക്ക് തൻ്റെ വിജയം കാണിച്ചു തരികയാണ്. അതുകൊണ്ട് എത്ര വലിയ കഷ്ടത ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെ സധൈര്യം നേരിടുവാനായിട്ട് ഈ നോമ്പ് കാലങ്ങളിൽ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതിനായിട്ട് ത്രിയേക ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.